ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വിവേകിന് വർഷയെ വളരെയധികം ഇഷ്ടമായിരുന്നെങ്കിലും ഏറ്റവും വലിയ സംശയം രാഹുലും വർഷയും തങ്ങളിൽ സ്നേഹത്തിലാണോ എന്നായിരുന്നു. എന്നാൽ ഇന്ന് അതിനൊരു വ്യക്തത വന്നിരിക്കുന്നു. രാഹുൽ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞിരിക്കുന്നു, എനിക്ക് വേറൊരു കാമുകിയുണ്ട്, വർഷ എൻ്റെ ഫ്രണ്ട് മാത്രമാണ്, കൂടാതെ ഞാൻ അവളെ ഒരു സഹോദരിയായിട്ടാണ് കാണുന്നത്. തൽക്കാലം ഈ സാഹചര്യത്തിൽ എനിക്ക് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ പേര് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നതെല്ലാ തെറ്റിദ്ധാരണയും മാറ്റി നിങ്ങളും വർഷയെ ഒന്നിക്കണമെന്നാണ് എനിക്കും ആഗ്രഹമെന്ന് രാഹുലും പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വിവേകിന് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. താൻ ഇത്രയും നാൾ അന്വേഷിച്ച് നടന്ന കാര്യത്തിനൊരു വ്യക്തത വന്നിരിക്കുന്നു. പിന്നീട് വിവേക് ചിന്തിക്കുന്നുണ്ട്, ഇനി വർഷയെ വീട്ടിൽ പോയി കാണണം. അവളാണ് 4ാമത്തെ പെൺകുട്ടിയെന്ന് ഞാൻ അറിഞ്ഞ വിവരം അവളെ അറിയിക്കണം. ആ സമയത്ത് അവളുടെ കൂട്ടുകാരികളൊന്നും അവളോടൊപ്പം കാണുകയും ചെയ്യരുത് എന്ന് വിചാരിച്ചുകൊണ്ട് വിവേക് കൂട്ടുകാരില്ലാത്ത സമയത്ത് വീട്ടിനുള്ളിൽ കയറി പറ്റുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് മല്ലിക ആൻറ്റി വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന കാര്യം വിവേക് അറിയുന്നതുമില്ല. പെട്ടെന്ന് മല്ലിക ആൻറ്റി കാണാതിരിക്കാൻ വർഷയുടെ റൂമിൽ പോയി വിവേക് ഒളിക്കുകയും ചെയ്യുന്നുണ്ട്. മല്ലിക ആൻറ്റിയുടെ കണ്ണിൽ നിന്ന് എങ്ങനെയെങ്കിലും തൽക്കാലം രക്ഷപ്പെട്ടു. ആ സമയത്താണ് അഞ്ജു അഭിരാമിയും വർഷയെ കാണാനായിട്ട് വരുന്നത്. എന്തായാലും വർഷയെ കാണാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, ആകെ കുഴങ്ങി കട്ടിലിൻ്റെ കീഴിൽ അകപ്പെട്ട് കിടക്കുകയാണ് വിവേക്. ഈ സമയത്താണെങ്കിൽ അഞ്ജു അഭിരാമിയും വർഷയെ കാണാനെത്തുന്നത്. അപ്പുറത്ത് വിവേക് ഇല്ലാത്ത സമയം നോക്കി രാജ്കുമാർ സാറിനെ കാണാൻ പോകാൻ വേണ്ടിയാണ്. എന്നാൽ വർഷ പോകുന്ന സമയത്താണെങ്കിൽ വാതിൽ പൂട്ടി താക്കോലും കൊണ്ടാണ് പോകുന്നത്. വേറൊന്നും കൊണ്ടല്ല, ശർമിള കൊടുത്ത പ്രധാന രേഖകൾ മുറിക്കുള്ളിലുണ്ട്. അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് താക്കോലും കൊണ്ട് വർഷ പോകുന്നത്. ഈ സമയത്താണെങ്കിൽ വിവേക് മുറിക്കുള്ളിൽ പെട്ട് കിടക്കുകയാണ്. എന്നിരുന്നാലും വർഷയുടെ സംസാരത്തിൽ നിന്ന് വിവേകിനൊരു കാര്യം മനസ്സിലായി. അപ്പുറത്ത് വന്നിരിക്കുന്ന രാജ്കുമാർ എന്ന് പേരുള്ള ആള് വേറെ ആരോ ആണ്. മാത്രമല്ല, രാജ്കുമാർ എന്നത് ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. യഥാർത്ഥ രാജ്കുമാർ വേറെ ആരുമല്ല, വിക്രമൻ്റെ സഹോദരിയായ ശർമിള തന്നെയാണ്. വർഷം മുറിയിൽ നിന്ന് പോയ സമയത്ത് തന്നെ വിവേക് ആ ഡോക്യുമെൻ്റ് എല്ലാം വായിച്ചു നോക്കുന്നുണ്ട്. അതിൽ നിന്നും ചില പ്രധാന വിവരങ്ങൾ വിവേകിന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് വർഷ തിരിച്ചു വന്നതിന് ശേഷം വാതിൽ തുറന്നപ്പോൾ കാണുന്നത് വിവേക് മുറിക്കുള്ളിലുള്ളതാണ്. പെട്ടെന്ന് ഒച്ച വെച്ച് കൂട്ടുകാരെ എല്ലാം വിളിച്ചു കൂട്ടുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഈ വിവേക് എന്നെ കയറി പിടിച്ചു. മാത്രമല്ല, ഞാൻ ഡ്രസ്സ് മാറുന്ന സമയത്ത് ആരും കാണാതെ മുറിക്കുള്ളിൽ കയറി ഒളിച്ചിരിക്കുമായിരുന്നെന്നൊക്കെ അഭിരാമിയോടും അഞ്ജുവിനോടും പറയുമ്പോൾ അവരാകെ ഞെട്ടുന്നുണ്ട്. നേരെ അഭിരാമി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല വിവേക് ഏട്ടൻ, നിനക്ക് തോന്നുന്നതായിരിക്കും എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വിവേക് വർഷയോട് പറയുന്നത്, വേണ്ടാത്ത കള്ളങ്ങളൊന്നും ഇവരോട് പറയരുത്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, നീ എന്താ ഈ പറയുന്നതെന്ന് പറഞ്ഞ് വിവേക് തിരിച്ച് വർഷയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ മമ്മിയോട് തുറന്നു പറയാൻ പോവുകയാണ്. മുമ്പുണ്ടായ പ്രശ്നങ്ങളും എല്ലാം മമ്മിയോട് പറയണം. അതോടെ NGK മീഡിയയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് പറഞ്ഞ് വിവേക് പോകുന്ന സമയത്ത് അഞ്ജു അഭിരാമിയും പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയല്ലേ, നമുക്ക് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ വിവേക് പറയുന്നുണ്ട്, അങ്ങനെ വേണമെങ്കിൽ വർഷ എന്നോട് സോറി പറയണമെന്ന് പറയുന്നുണ്ട്. അന്നേരം വർഷ വളരെ ദേഷ്യത്തിൽ വിവേകിനെ നോക്കി നിൽക്കുന്നതായിട്ടാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത്. അന്നേരം വർഷ സോറി പറയുമോ ഇല്ലയോ എന്ന് എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.